തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ഫ്ലാഷ് ബാക്ക്. ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? സ്നേഹം ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. നിങ്ങളുടെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കിടത്താൻ തുടങ്ങിയിട്ട്. പോനാ പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മദി കൂടി വരിക. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. എന്നോട് ക്ഷമിക്കണം. വസ്ത്രത്തിന് എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളവള ഓരോന്ന് വിളിച്ചു പോരുന്നു. അപ്പൊ അവിടെ ചോയ്സ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം, അത് ആരാണ് ആ ചോയ്സ് ഡിഫൈൻ ചെയ്തത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി. ചോയ്സ് ആണ് സത്യത്തിൽ ഇവർ അനുഭവിക്കുന്നത് ഒരു സൈക്കോളജി ഓഫ് ഒപ്രഷൻ ആണ്. അതായത് ഒരു പാട്രിയാർക്ക്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം, അത് സത്യത്തിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് ആണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിലേക്ക് വരാം. ആ പദമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ അത് കൂടുതൽ ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? അല്ല, അത് പിന്നെ എന്നിട്ട് സൈക്കോളജിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ് ചില ക്ലോത്ത് വസ്ത്രങ്ങൾ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ്. ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. ഇതിനകത്ത് ആരെ പ്രൊവോക്ക് ചെയ്യുന്നു പറയണം. ഇവിടെ മെൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. പുരുഷന്മാരെല്ലാം സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കണ്ടാൽ പ്രൊവോക്ക് ചെയ്യപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം. നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല, ഞാൻ പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. എല്ലാ പുരുഷന്മാർക്കും ഈ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുമ്പോ ധരിച്ചു വരുന്ന കുട്ടികളെ നോക്കും. അപ്പൊ നീയോ? ഞാൻ നേരത്തെ ടൈപ്പല്ലോ. ഞാൻ മനഃപൂർവ്വം നോക്കാതിരിക്കും. ഞാൻ പുച്ഛത്തോടു കൂടി കാണും. 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിന് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ പ്രശ്നം? ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയ സാർ അതിന്റെ പുറകെ പോകും എന്ന ആളുകൾ പറയുന്നത്. അഗ്രഷൻ തിയറിയാ. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. ഒരു കാര്യം ഭർത്തായിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു. അതെന്ത് ചെയ്യുന്നു? സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അഥവാ ഈ ആളുകൾക്ക് പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്. അങ്ങനെയല്ല ഇതിന് വായിക്കേണ്ടത്. അനുഭവിക്കുന്ന പ്രയാസം ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങളുടെ വീട്ടിൽ പോയി ധരിച്ചോളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണോ ഞങ്ങൾ? നിങ്ങളുടെ വീട്ടിലുള്ള ഭാഷയിൽ എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഒരു പേഴ്സണെ നമ്മൾ കണ്ടു, ഓക്കെ അയാൾ ഇന്നതാണ്, നിങ്ങൾ അങ്ങനെ യങ് സ്ലിപ്പ് കൊടുക്കാണോ? നിങ്ങൾക്ക് അതിന് ആരെവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്? ഓരോ വ്യക്തികൾക്കും ഞങ്ങൾ ഇതാ ഇന്ന നെയിം സ്ലിപ്പാണ് കൊടുക്കുന്നത്. അതിന് പേട്രിയാർക്കി, ഓപ്പറേഷൻ ഇതുപോലെയുള്ള കുറെ പേരുകളും കണ്ടെത്തിയിട്ട് നിങ്ങൾ വിലയിടാൻ വരരുത്. നീ അകത്ത് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അവനോട് ഞാൻ സംസാരിക്കാം. തീർച്ചയായിട്ടും പുരുഷന്മാരല്ലേ നമ്മോട് കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ പുരുഷന്മാർ അതിൽ വിലയിടില്ലേ?
അത് ശരി വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി. ഡ്രസ്സിന് എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ വിലയിടുന്നത്? അപ്പൊ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഡ്രസ്സിന് വിലയിടണ്ടേ? പണ്ടത്തെ സ്ത്രീകൾ മറക്കാതെ നടന്നിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നാണ് ഒരു മുണ്ടും ബ്ലൗസുമായി. കറക്റ്റ് ആണല്ലേ? അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്ന് വസ്ത്രം ഇല്ലായിരുന്നു. മാറുമറിക്കൽ സമരം നടന്നത് എന്തുകൊണ്ടാണ്? അത് ജാതികൾക്കെതിരെ നടത്തിയ സമരം, അല്ലാണ്ട് വസ്ത്രമില്ലാത്തതുകൊണ്ടല്ല. മാഡം, മാമിന്റെ സംസാരം കൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു വോട്ട് എടുത്തു കഴിഞ്ഞാൽ മാമിന്റെ നിലവാരം ഇടിഞ്ഞു. എന്തുകൊണ്ട്? അമ്പലത്തിൽ പോകുമ്പോ ഒരു മുണ്ടും നേരിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്ക് പോകുമ്പോ അത് കൊടുത്തോണ്ട് പോകുന്നതിലല്ല വിവരം ഇരിക്കുന്നത്. മതം എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യോ? പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ സൗന്ദര്യം കാണണം. അതിനുവേണ്ടി മുന്നേ അവൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിരുന്നു. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. എന്നാൽ പുതിയ കാലത്ത് അവളെ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റാത്തോണ്ട് കോൺഫിഡന്റ് ആവണമെങ്കിൽ ഇങ്ങനെ ആവണം, വാല്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ജോസ് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? നമുക്ക് നമ്മളുടെ ഇത്രയും പേർക്കപ്പുറം, ഈ കേരളത്തിൽ കുറച്ചു പേർ കാണുന്നതിനപ്പുറം ഈ ലോകം ഈ ചർച്ച കാണാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാം. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതും കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനത്തിൽ, എല്ലാ തരത്തിലും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ വരിക. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. ഇരിക്കുന്ന രണ്ടുപേർ തന്നെ എത്ര മനോഹരമായിട്ടാണ് പുരുഷാധിപത്യൻ ഞങ്ങൾ പാട്രിയാർക്കിക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾ പാട്രിയാർക്കിക്ക് എതിരാണ്, പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് പുരുഷനെ കുറ്റം പറയും. എന്നിട്ട് നിങ്ങൾ പുരുഷന്റെ അടിമയാണ്, നിങ്ങളത് അറിയുന്നില്ല പക്ഷെ ഞങ്ങൾ അത് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. കോമൺ സെൻസിന് എത്രത്തോളം നിരക്കാത്ത രീതിയിലാണ് ഈ രണ്ടുപേർ ഈ ചർച്ച കൊണ്ടുകൊണ്ട്. ഞാൻ ആരോ കേട്ടാ ചോയ്സ് ആയതുകൊണ്ട് മാത്രമേ അല്ല, ഈ ഇങ്ങനെയുള്ള ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ കാണുന്നവന്റെ കണ്ണിലാണെന്ന് ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. അത് എന്റെ മോന് മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടാ കാണുന്നതൊക്കെ മഞ്ഞ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പുരുഷ ചെറുപ്പക്കാര് നിങ്ങളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കുന്ന ഹനാനെ ആയിരിക്കും. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. എന്റെ ഒരു സംശയം, മാം ഉദ്ദേശിക്കുന്നത് ഹനാനെ നോക്കാതെ മാമിനെ പോലുള്ളവർ നോക്കണം, അപ്പൊ ഇതുപോലത്തെ വസ്ത്രം ധരിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് എന്റെ ഒരു അസൂയ എല്ലാവർക്കും തോന്നും. അവളുടെ വാല്യൂ എന്നുള്ളത് അവളുടെ സെക്സ് അപ്പീൽ ആണ് എന്നുള്ളത് സ്ത്രീകളെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. താനാരാ മതത്തിന്റെ കാവൽക്കാരനാ? ഒന്ന് ഇറങ്ങിപ്പോടോ. സ്ത്രീകൾ എംപവേർഡ് ആവണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് എന്ന് ഈ നല്ല ഈ മോഡേൺ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡ്രസ് ചെയ്യുന്നവരെ കാണുമ്പോൾ ഇവർ എംപവേർഡ് ആണെന്നും അവരെ ഉൾക്കൊള്ളാൻ ഭയപ്പെടണ്ട. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഭയപ്പെടരുത്. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ അമേരിക്ക തൊട്ട് ജർമ്മനി തൊട്ട് ഫ്രാൻസ് തൊട്ട് എല്ലായിടത്തും സഞ്ചരിച്ച് കുറെ പേപ്പറുകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. എന്തായാലും മരണം ഉറപ്പായി. എന്നാൽ ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രീസിൽ, മുമ്പേ പറഞ്ഞ പോലെ ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ ന്യൂഡ് ബീച്ചസ് ഉണ്ട്. നിന്റെ പേറ്റ് തലളിക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കേറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആൻഡ് മോറോവർ സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ പോകുന്ന രീതികളും അവിടെയുള്ള നേക്കഡ് ആയിട്ട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത് കണ്ടാൽ ഇദ്ദേഹം അവിടെ ഹൃദയാഘാതം ഒന്നും അസംബ്ലി പിരിച്ചുവിട്ടു. അതുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലെ പേപ്പർ എടുക്കുമ്പോൾ അമേരിക്കയിലെ ബീച്ചുകളിലൂടെയും അമേരിക്കയിലെ കച്ചവടയും അമേരിക്കയിലെ ഒരു സൊസൈറ്റി നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്കെന്താ അധികാരം? അയാള് ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നീ നല്ല മറുപടി പറഞ്ഞോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസത്തിൽ വെയിറ്റ് ചെയ്യായിരുന്നു. സെക്ഷലി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പുരുഷന്മാർ നടന്നൊരു കോൺസ്പിറസി ആണെന്നാ. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? നൂറ്റാണ്ടുകളായി തുടരുന്ന എങ്ങനെ പറയാൻ മനസ്സ് വരുന്നത് ചേട്ടാ? ഇത് ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്ക്. സാർ ഐശ്വര്യ റായിനെ അറിയില്ലേ? നടി, ബോളിവുഡ് നടി. പിന്നെ സാറിന് ആ മാമിനെ കാണുമ്പോ എന്താണ് തോന്നുന്നത്? ബഹുമാനമാണോ അല്ലെങ്കിൽ ലൈക്ക് എന്താ ഫീൽ ചെയ്യണം? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകൾ. നേരിട്ടല്ല സാർ, ഇപ്പൊ ഈ ഫോട്ടോയിലോ ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് മിസ് യൂണിവേഴ്സ് ഒക്കെ ഇരുന്നോ? ഞാൻ അങ്ങനെ നോക്കാറില്ല. ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. വിഷയങ്ങളിലും ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി വേണമെന്ന് നിരന്തരം ആഗ്രഹിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് തന്നെ ഇവിടെ എത്ര ഹീനമായിട്ടാണ് പുരുഷന്മാർ വന്നിരുന്നു പുരുഷന്മാരെ അധിക്ഷേപിക്കുന്നത്. ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന്. ബോധമുള്ള ഒരു പുരുഷനാണെങ്കിൽ, ധർമ്മബോധമുള്ള ഒരു സമൂഹമാണെങ്കിൽ കണ്ടോളൂ, ആസ്വദിച്ചോളൂ, നോക്കിക്കോളൂ. മനസ്സിൽ എന്ത് ചിന്തിക്കുന്നല്ല, അവന്റെ പ്രവൃത്തി എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. നോട്ടം സ്ത്രീയെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, മെയിൽ ഗെയ്സ്. അത് സ്ത്രീക്ക് പ്രൊവോക്കേറ്റിംഗ് ആണ്, ബുദ്ധിമുട്ടാണ്.
ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നമുക്ക് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ താങ്കൾ എന്തിനാ വറിയിടാവുന്നു? വരിടാവും, കാരണം അവർ നമ്മളെ പെങ്ങന്മാരാണ്. ഫൈൻ. ഇങ്ങനെ ഡ്രസ് മാത്രമല്ലോ എക്സ്പോസിംഗ് ആയിട്ടുള്ളത്, ഈ പറഞ്ഞ സാരി. മാഡം ഒന്ന് കൈ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് മൊത്തം കാണും. മറുപടി ഞാൻ പറയാം. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. പോലും ആളുകൾ വിയേർഡായി പോകുന്നു. അത്രത്തോളം ആളുകൾ സെക്സ്വലി ഡീസെൻസിറ്റൈസ്ഡ് ആകുന്നു. അത് വസ്ത്രധാരണം കൊണ്ടാണെന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ഈ പർച്ചേസിന് പോകുമ്പോൾ അവിടെയുള്ള ഏറ്റവും മോഡൽ ഡ്രസ്സുകൾ എന്റെ 2 മക്കൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഈ മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അമ്മാവന് ഊണ് വിളമ്പട്ടെ? ഓ വേണ്ടേ, വയറ് നിറച്ച് കിട്ടി. സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രമേ ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കാം. കാരണം നമ്മളാണ് അത് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ സാറേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ത്രീകൾ നോക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ സ്ത്രീകളെ പുരുഷന്മാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു. ഇതിപ്പോ കുറെ പ്രാവശ്യം ആയല്ലോ പറയുന്നു. കുറെ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, 2 പ്രാവശ്യമല്ലേ പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? അത് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ഞാൻ ഈ 2 ബോയിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇവന്മാർക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടോ, ഞാൻ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാലോ ഇവന്മാർ എന്നെ വേറെ കണ്ണിൽ നോക്കത്തില്ല. ഇവളാള് കൊള്ളാമല്ലോ, ഏതായി കുട്ടി? അയ്യോ, അവള് അങ്ങനെ ഡ്രസ്സ് ഇട്ടു, അപ്പൊ അവൾ ഇങ്ങനെയാണ്, അവള് പന്ന പെണ്ണാണ്. ഓരോ ഡ്രസ് ഇവന്മാരും ഒന്നും ചെയ്യാൻ ഇത്രയും തന്റെ സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? നോക്കിട്ട് ഈ പെണ്ണ് കൊള്ളാലോ, പക്ഷെ ഇച്ചിരി പ്രായമായിട്ടുള്ള അമ്മാവന്മാരാണ്. ഇവള് കൊള്ളാം, ഞാൻ ചിരിച്ചു പോയനെ. ആ നോട്ടം കാണുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ നോക്കും, ഇങ്ങനെ കൊള്ളാം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എന്താ അത് ഡ്രസ്സാണോ? ചുരിദാറ്, ഷാളിട്ടിട്ട് പോയി നോട്ടുണ്ട്, പർദ്ദയിട്ടിട്ട് പോയി നോട്ടുണ്ട്. അമ്മ അപ്പഴേ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടണ്ടാന്ന്. ചേച്ചി, ആ ചേച്ചിക്ക് കംഫർട്ട് ആയിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ട് വന്നു. ആന്റിക്ക് കംഫർട്ട് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ, സത്യം സാരി എടുത്ത് വന്നു. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് മാറി മറിച്ച് വന്നൂടെ? ആന്റിയുടെ വയറ് നന്നായിട്ട് ഇവിടെ ഇരുന്ന് എനിക്ക് കാണാം. അല്ല, വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു ഒബ്ജക്റ്റ് ആയി കാണുന്ന, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയി കാണുന്നവർ മാത്രമേ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് നിയന്ത്രണം വേണം എന്ന് ആവശ്യപ്പെടുകയുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. വളരെ ഷേപ്ഡ് ആക്കിയിട്ട് ഉള്ള ബോഡി സ്ട്രക്ചർ മുഴുവൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പർദ്ദ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. കാരണം ഇവർ മാറുന്ന കാലത്തിനൊപ്പം ഇവർ സഞ്ചരിക്കില്ല, അത് ഇവരുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക് എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.